നബിസ്വല്ലല്ലാഹു അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു ആര്? തന്റെ വാപ്പയുടെ സഹോദരൻ അബൂ താലിബ്. അബൂ താലിബ് മുസ്ലിമാണെന്ന് നബിസ്വല്ലല്ലാഹു അങ്ങേയറ്റം ഇഷ്ടമുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമെന്നും മരണസമയത്ത് പറയണം. എന്നിട്ട് എന്താണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇദ്ദേഹത്തിനെ ഹിദായത്തിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് മാത്രമേ ഹിദായത്തിലാക്കാൻ പറ്റുള്ളൂ. പല ആളുകളും നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. നബിക്ക് പോലും തന്റെ പിതൃവ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ നബിയോട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശരിയാകുക? അത് എത്ര മോശമായ കാര്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ ഇസ്ലാം അടിസ്ഥാനപരമായിട്ട് പഠിപ്പിച്ച കാര്യമാണ് തൗഹീദ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പറ്റുന്നില്ല. മറിച്ച് അത് മാത്രമല്ല, മലക്കുകൾ വഹി വരുമ്പോൾ അവരെല്ലാവരും ബോധം കിട്ട് വീഴുകയാണ്. ഓരോ വഹി ഇറങ്ങുമ്പോഴും മാദാ ഖാല റബ്ബുക്കും, റബ്ബ് എന്താണ് പറഞ്ഞത് എന്ന രൂപത്തിൽ അവർ ചോദിക്കും. ഖാലുൽ ഹഖ്, അപ്പോൾ മലക്കുകൾ പറയും അതെ ഹക്കാണ് റബ്ബ് പറഞ്ഞത്, അവർക്ക് സമാധാനം. അങ്ങനെ ആ മലക്കുകൾ പോലും പേടിച്ച് വീഴുകയാണ്. അപ്പൊ ഈ മലക്കുകൾക്ക് പോലും അവരുടെ നന്മയോ അവരുടെ മോശമോ ഒന്നും തന്നെ അവർക്ക് സ്വന്തം ഉടമസ്ഥയിലില്ല. എന്നിട്ട് എങ്ങനെയാണ് ഈ മലക്കുകളോടും ജിന്നിനോടും അതുപോലെ തന്നെ നബിമാരോടും ഈ സാലിഹീങ്ങളോടൊക്കെ ദുആ ചെയ്യുന്നത്? എത്ര മോശമായ കാര്യമാണ്.